ഗായ്സ്, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉത്രാടത്തിൻ്റെ തലേ ദിവസമാണ് കേട്ടോ ഇന്നും. അപ്പോൾ സമയം ഏതാണ്ട് ഒരു 9:30 കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളിതാ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് അമ്പാടീൻ്റെ അംഗനവാടിയിൽ ഓണപ്പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓണസദ്യ, പൂക്കളം തീർക്കൽ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എനിക്ക് പോകാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം ടീച്ചർ വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് അപ്പോൾ എന്താ പറയുക, കേരള ഡ്രസ്സിൽ അമ്മേൻ്റെ അടുത്തും കുട്ടീൻ്റെ അടുത്തൊക്കെ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്പാടീൻ്റെയും എൻ്റെയും ഒക്കെ ഓണം സ്പെഷ്യലായിട്ട് ഓണക്കോടിയായിട്ട് ഞങ്ങൾ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് രാവിലെ ഒരു 9:30-10 മണീൻ്റെ ഉള്ളിൽ നമ്മൾ എന്തായാലും അംഗനവാടിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ വരുമ്പോഴത്തേനും കുറച്ച് ഇലയും അതേപോലെ നമ്മൾ ഓണം സ്പെഷ്യലായിട്ട് അമ്പാടിക്ക് അമ്മ ഇന്നലെ ഉണ്ടാക്കി കൊടുത്തത് കൂട്ടുകറിയായിരുന്നു കേട്ടോ. പച്ചടി, കിച്ചടി, സാമ്പാർ, തോരൻ, പപ്പടം, അവിയൽ, അച്ചാർ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഓരോ വീട്ടിൽ നിന്നും അമ്മമാർ അറേഞ്ച് ചെയ്ത് കൊണ്ടുവരും കേട്ടോ. അപ്പോൾ നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കൂട്ടുകറി ഉണ്ടാക്കി വരാനായിരുന്നു. അത് ഓൾറെഡി നമ്മൾ സെറ്റ് ചെയ്ത് നേരെ കിച്ചണിലോട്ട് വെച്ചു. അതിനുശേഷം ഞാനും അമ്പാടിയൊക്കെ ഇതാ പൂ പിച്ചിടാൻ നേരെ വന്നിരിക്കുകയായിരുന്നു. അപ്പോൾ അയാലും കുറച്ച് മക്കളും അതേപോലെ ഒരമ്മയും കൂടെ ഇരുന്നിട്ട് പൂക്കളൊക്കെ പിച്ചിടാൻ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു 10 മണീൻ്റെ മുൻപ് ഞങ്ങൾ അവിടെ എത്തി. പൂവൊക്കെ ഞാനിതാ ആ ഒരു കവറിന്ന് കുറച്ച് സെലക്ട് ചെയ്തെടുക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അമ്പാടിക്ക് ജമന്തിയായിരുന്നു, വെള്ള ജമന്തിയായിരുന്നു അയാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് പിച്ചിടാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ മൂപ്പര് കാര്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ബാക്കിയുള്ള മക്കളും അതെ. അപ്പോൾ ഇനിയും കുറേ അമ്മമാരും കുട്ടികളും ഒക്കെ വരാനുണ്ട്. ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തിയെന്നേ ഉള്ളൂ. അപ്പം എല്ലാവരുടെ അടുത്തും കുറച്ച് നേരത്തെ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേറൊന്നുമല്ല, പൂവൊക്കെ അറേഞ്ച് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും പതുക്കെ വരുന്നതേ ഉള്ളൂ കേട്ടോ. എനിക്കാണെങ്കിൽ അംഗനവാടിയിലെ മിക്ക കുട്ടികളുടെയും അമ്മയുടെ പേരൊന്നും അറിയാൻ പാടില്ല കേട്ടോ. എല്ലാവരെയും പതുക്കെ എന്താ പറയുക, പഠിച്ചു വരുന്നതേ ഉള്ളൂ. കാരണം വെച്ചാൽ ഡ്യൂട്ടിയും കാര്യങ്ങളും തിരക്കും ഒക്കെ ആയിട്ട് ആകെ വല്ലാത്തൊരിതാണ്. ഏട്ടനാണ് മിക്കപ്പോഴും കൊണ്ടുപോയി വിടാൽ, ഞാൻ വളരെ ചുരുക്കമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് പഠിച്ചൊക്കെ വരുന്നതേ ഉള്ളൂ. അപ്പോൾ പൂക്കൾ മക്കളിങ്ങനെ പിച്ചിയിട്ടൊക്കെ ആണെങ്കിൽ ഞാൻ വലിയ ഇലകളിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ ആ കവറിലുണ്ടായിരുന്ന കുറച്ച് പൂക്കളൊക്കെ ആണെങ്കിൽ അറേഞ്ച് ചെയ്ത് അവർക്ക് പിച്ചിയിടാൻ വേണ്ടി എടുത്തു കൊടുക്കലും അതുപോലെ കുറച്ച് ഇടയ്ക്ക് വീഡിയോ എടുക്കലും ഇടയ്ക്ക് പിച്ചിയിടലും ഇതൊക്കെ തന്നെയായിരുന്നു എൻ്റെ പരിപാടി കേട്ടോ. അപ്പോൾ ഞങ്ങൾ കാര്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ടീച്ചറാണെങ്കിൽ അവിടുന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. ഇടയ്ക്ക് പോയിട്ട് നമുക്ക് ഇലയൊക്കെ പറിച്ചു കൊണ്ടുത്തരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ എനിക്കിവിടെ ആകെ ശ്യാമേച്ചിനും അതേപോലെ ഹരിശനും മാത്രമേ അറിയത്തുള്ളൂ കേട്ടോ. അപ്പോൾ അവരാണെങ്കിൽ എത്തിയിട്ടില്ല. ഞാൻ ആ ഇടയ്ക്ക് ശ്യാമേച്ചിനൊക്കെ വിളിച്ച് നോക്കുന്നുണ്ട് കേട്ടോ, ചേച്ചി എന്താ വരാത്തതെന്ന്. അപ്പം വരാമെന്ന് പറയുന്നുണ്ടല്ലോ, ഇതുവരെ എത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ കമ്പനിക്ക് ഒരാളൊക്കെ കിട്ടിയ ഒരു എന്താ പറയുക, ഭയങ്കര ആവേശമൊക്കെ അല്ലേ. അപ്പം ഞാൻ ഈ ചേച്ചിയൊക്കെ വരാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പോൾ അതിനിടയ്ക്ക് പൂവൊക്കെ എടുത്തു കൊടുക്കലും പരിപാടികളൊക്കെ ആയിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഉത്രാടത്തിൻ്റെ തലേ ദിവസം തന്നെയാണ് എൻ്റെ പാർക്കോ ഹോസ്പിറ്റലിലുള്ള ഓണപ്പരിപാടി ആഘോഷങ്ങളൊക്കെ തന്നെ കേട്ടോ. പക്ഷേ എനിക്ക് ആ ഹോസ്പിറ്റലിലോട്ട് പോകാൻ പറ്റിയില്ല, കാരണം അമ്പാടിക്ക് കൂട്ടായിട്ട് ആരുമില്ല. അവൻ്റെ അമ്മയായിട്ട് ഞാൻ അവൻ്റെ കൂടെ നിന്നില്ലെങ്കിൽ പിന്നെ കുഞ്ഞ് ഒറ്റപ്പെട്ട പോലെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഹോസ്പിറ്റലിൽ പോവാതെ നേരെ അംഗനവാടിയിലോട്ട് വന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യം കൂടിയുണ്ട്. ഇന്നിപ്പോൾ അവന് വേണ്ടി ഓഫ് എടുത്തിട്ട് ഇവിടെ വന്ന് എന്താ പറയുക, അവന് കൂട്ടായിട്ട് നിൽക്കുമായിരുന്നു. അങ്ങനെ കുറച്ച് സമയം പൂവൊക്കെ പിച്ചിയിട്ടതിന് ശേഷം മക്കളൊക്കെ മെല്ലനെ പതുക്കെ എഴുന്നേറ്റ് പോകാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നെ കുത്തിയിടുന്നു. മുണ്ട് നേരെയാക്ക്. അങ്ങനെ ഉണ്ടണ്ട മുത്തേ, മെല്ലെ മതി മെല്ലെ. അങ്ങനെ കുറച്ച് സമയം കുത്തിപ്പിടിച്ച് പൂവൊക്കെ പറിച്ചിട്ടതിന് ശേഷം പതുക്കെ എന്താ പറയുക, അമ്പാടി ആയാനൊക്കെ മുറ്റത്തൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അമ്പാടി ആയാനും ഭയങ്കര കമ്പനിയാണ് കേട്ടോ. അപ്പം എന്താ പറയുക, അവർ കമ്പനി അടിച്ചുകൊണ്ട് ഇവിടുന്ന് സൈക്കിൾ ചവിട്ടാണ്. കൂടെ ഒരു പെങ്കൊച്ചും ഉണ്ട് കേട്ടോ. എനിക്ക് മോളെ പേരറിയില്ല. അപ്പോൾ ഞാനിവിടെ ഇപ്പം വളരെ കുറവാണ് വരുത്തുക, അതുകൊണ്ട് തന്നെ മക്കളെ പേരൊന്നും എനിക്ക് അറിയാൻ പാടില്ല കേട്ടോ. പിടിക്കടേ, കേറിക്കോ അമ്പാടി, ഇതിൽ കേറിക്കോ, കേറിക്കോ. അപ്പം നമ്മുടെ പൂവൊക്കെ ഓൾറെഡി ഇങ്ങനെ സെറ്റായിക്കൊണ്ടിരിക്കുന്നുണ്ട് അകത്തുനിന്ന്. അപ്പോൾ കുറച്ച് അമ്മമാരും കുട്ടികളൊക്കെ പിന്നെയും പതുക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വേഗം ഓരോ പൂവൊക്കെ സെലക്ട് ചെയ്തു, അത് സെപ്പറേറ്റ് ഇങ്ങനെ ആക്കി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ജമന്തി പൂവും പിന്നെ വെള്ള ജമന്തി, മഞ്ഞ ജമന്തി, പിന്നെ വേറെ എന്തൊക്കെയോ ഷെയ്ഡുണ്ട് കേട്ടോ. എനിക്ക് പേരൊന്നും കറക്റ്റ് അറിയാൻ പാടില്ല.
പിന്നെ ചെട്ടി അങ്ങനെയുള്ളതൊക്കെ ഉതിർത്തിട്ട് ഏതാണ്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വാങ്ങിച്ച പൂക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും കുറച്ച് ടാസ്ക് എന്ന് പറയുന്നത് ഈ മല്ലികയായിരുന്നു കേട്ടോ. അത് കുറച്ച് മക്കളിരുന്നിട്ട് അത് പതുക്കെ പതുക്കെ ഇങ്ങനെ എന്താ പറയുക മെല്ലെ പതുക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചൊക്കെ മക്കളാക്കിയിട്ടുണ്ട്. പിന്നെ അമ്മമാരിരുന്നിട്ട് ബാക്കി പൂക്കളൊക്കെ സെറ്റായിക്കൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. പിന്നെയാണെങ്കിൽ സെറ്റ് സാരി ഉടുക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ സെറ്റ് സാരി ഉടുക്കാൻ എനിക്ക് അറിയാൻ പാടില്ല അതെങ്ങനെയാണ് ഉടുക്കേണ്ടതെന്നുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് അത് ഉടുക്കാണ്ട് ഈ ഒരു ഉടുപ്പ് മാതിരിയുള്ള ഡ്രസ്സ് ഇട്ടിട്ട് വന്നിട്ടുള്ളത്. അപ്പം മിക്ക അമ്മമാരും സാരിയായിരുന്നു, സെറ്റ് സാരിയിലായിരുന്നു വന്നിട്ടുള്ളത്. പിന്നെ 1-2 പേര് കളർ ഡ്രസ്സിലൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് സെറ്റ് സാരി ഉടുക്കാൻ അറിയില്ല ഗൈസ്. പിന്നെ കഷ്ടപ്പെട്ട് രാവിലെ തന്നെ അതൊരു ടാസ്ക്കാണ്. പിന്നെ അമ്പാടിനൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേനും സെറ്റ് സാരി ഉടുക്കാത്തത് നല്ലത്. കാരണം അവനൊരു പിടിക്കും വലിക്കേ ഉള്ളൂ, എൻ്റെ സാരിയൊക്കെ കഴിഞ്ഞു പോകും. പിന്നെ അത് കുത്തിപ്പിടിച്ചെടുക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അത് മുന്നത്തെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് അനുസരിച്ച് ഞാൻ അത് മാറ്റിയതാണ്. അപ്പോൾ അത് ആ ഒരു ടാസ്ക് മനസ്സിലാക്കി ഞാൻ മനഃപൂർവ്വമാണ് ഇന്ന് സാരി ഉടുക്കാത്തത്. സാരി ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷേ ഉടുക്കാൻ എനിക്ക് അറിയാൻ പാടില്ല ഗൈസ്. പൂവൊക്കെ ഒരുവിധം സെറ്റാക്കിയതിന് ശേഷം ഞാനും ഒരു ചേച്ചിയും കൂടെ, ചേച്ചിയാണോ അനിയത്തിയാണോ എന്നൊന്നും എനിക്കറിയാൻ പാടില്ല കേട്ടോ, ഞാനും ഒരു കൊച്ചിൻ്റെ അമ്മയും കൂടെ ഇരുന്നിട്ട് പൂക്കളം വരയ്ക്കാൻ വേണ്ടിയിട്ട് എന്താ പറയുക നൂലൊക്കെ പിടിച്ച് സഹായിച്ചു കൊടുത്തു കേട്ടോ. ഞാൻ അതിൽ കൈ കടത്താനേ പോയില്ല. കാരണം എന്തെങ്കിലും അബദ്ധം പറ്റിച്ച് വെച്ചാലോ എന്ന് എഴുതിയിട്ട് ഞാനായിട്ട് അത് കൊളാക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് സൈഡായിട്ട് നിന്നതേ ഉള്ളൂ കേട്ടോ. നോക്കുമ്പോഴത്തേനും അമ്പടിക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞിട്ട് അവനെ കൂട്ടി നേരെ കിച്ചണിലോട്ട് പോയി അവന് വെള്ളമൊക്കെ മേടിച്ചു കൊടുത്തു. അപ്പോഴത്തേക്ക് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഷാമിച്ചിയും ഹരിഷയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും പതുക്കെ പതുക്കെ കൈയൊക്കെ വെച്ച് നോക്കി അവരെ ഇഷ്ടം പോലെ ഞങ്ങൾ പിൻട്രസ്റ്റിൽ നോക്കിയിട്ട് പൂക്കളൊക്കെ സെലക്ട് ചെയ്തു. പക്ഷേ അത് കുറച്ച് ടാസ്ക് ആയിരുന്നു കേട്ടോ. ഞങ്ങളങ്ങനെ വരച്ച് ശീലമൊന്നും ഇല്ലല്ലോ. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്നിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഒരു കളാക്കി തീർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വരയുന്നത് പോലെയല്ല കേട്ടോ, പൂക്കൾ ഇട്ട് തുടങ്ങിയാൽ നമുക്കതിങ്ങനെ പയകത്തൊക്കെ വരും. പിന്നെ എനിക്ക് പലരെയും പേരറിയാൻ പാടില്ല. കളമൊക്കെ ഏതാണ്ട് സെറ്റാക്കി തുടങ്ങിയ പിന്നെ ഞങ്ങൾ ഓരോ പൂവൊക്കെ സെലക്ട് ചെയ്ത് അതൊക്കെ നേരെ മുറ്റത്തേക്കാണ് പൂവിടുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം നമ്മൾ ഉതിർത്തിട്ട് അതായത് പിച്ചിയിട്ട പൂവൊക്കെ നേരെ മുറ്റത്തേക്ക് കൊണ്ടുപോയി വെച്ചു. അപ്പോൾ എല്ലാവരും കൂടെ അമ്മമാരും കുട്ടികളൊക്കെ അടുത്തിരുന്നു കൊണ്ട് നമ്മൾ ഇതാ പൂക്കളം ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്യലും ഇടയ്ക്ക് പൂക്കളം ഇട്ട് കൊടുക്കലും ഒക്കെ ആയിരുന്നു എൻ്റെയും പരിപാടി. പിന്നെ ഇന്ന് കഷ്ടകാലത്തിന് എൻ്റെ കൂടി ട്രൈപ്പോഡ് എടുക്കാൻ വിട്ടുപോയി ഗൈസ്. അതുകൊണ്ട് ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടി കേട്ടോ. കാരണം ട്രൈപ്പോഡ് എവിടെയും സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വീഡിയോസൊക്കെ അതിൽ ഓൾറെഡി ലോഡായിക്കോളും. ആ ഭാഗത്തോട്ട് നോക്കണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എന്നോട് എടുക്കാൻ വിട്ടുപോയി. പിന്നെ വീഡിയോസൊക്കെ എടുത്തു തരാൻ ഇവരോടൊക്കെ പറയണ്ടേ. അതുകൊണ്ട് ഞാൻ തന്നെ വീഡിയോ എടുക്കലും ഇടയ്ക്ക് പൂക്കളം തീർക്കലും പരിപാടികളൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു റെഡും വൈറ്റും കൂടെയുള്ള കോമ്പിനേഷൻ അടിപൊളിയായിരുന്നു കേട്ടോ. ഒരു സ്ക്വയർ ടൈപ്പിലായിരുന്നു നമ്മൾ ആദ്യം പൂക്കളം സെറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ എന്താ പറയുക സ്ക്വയറായ പിന്നെ റൗണ്ട് ആക്കി എടുക്കാനുള്ള പത്രപ്പാടിലായിരുന്നു. അങ്ങനെ ഒരുപാട് ടാസ്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. നല്ല ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ലാസ്റ്റ് നമ്മൾ അടിപൊളി പൂക്കളം തീർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പൂ ഇടുന്നത് മാത്രമല്ല ഇത് മക്കൾ തട്ടാതെയും മുട്ടാതെയും ഒക്കെ നൈസായിട്ട് കൊണ്ടുപോകാൻ കുറച്ച് ബുദ്ധിമുട്ടി. കാരണം പൂക്കളം ഇടുന്ന ഭാഗത്തൂടെ പിള്ളേർ ഓടിക്കളിക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ മക്കളൊക്കെ ഇരുത്തി അവിടുന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ നോക്കലും പരിപാടികളായിരുന്നു. പിന്നെ ആണെങ്കിൽ അമ്പാടിയൊക്കെ ആണെങ്കിൽ കളിച്ച് തിമിർത്ത് വേർത്ത് കുളിച്ച് വല്ലാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ. അവന് ഇങ്ങനെ സ്വയം ദേഷ്യം പിടലോ എന്തൊക്കെയോ വാശിയും കരച്ചലോ എന്തൊക്കെയോ ആയിരുന്നു കേട്ടോ. ഇടക്കിടക്ക് വെള്ളം ചോദിക്കലും അതൊക്കെ എടുത്തു കൊടുക്കലും പരിപാടികളൊക്കെ ആയിരുന്നു. പിന്നെ മക്കളൊക്കെ അങ്ങനെ കൈയൊക്കെ വെച്ചിട്ട് പോസ് ചെയ്തിട്ട് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇരിപ്പിച്ചായിരുന്നു. പക്ഷേ മക്കളൊന്നും എല്ലാവരൊന്നും എന്താ പറയുക ഒട്ടും അഡ്ജസ്റ്റബിൾ അല്ലായിരുന്നു കേട്ടോ. അമ്പാടിക്കാണെങ്കിൽ ഈ ഫോട്ടോ വീഡിയോ എടുക്കുന്നതിന് ഇവിടെ വലിയ താല്പര്യമൊന്നുമില്ല. അവൻ ഒട്ടും വില്ലിങ് അല്ലായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അവർ പഴവും അതേപോലെ മുട്ടയൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അടുക്കള ഭാഗത്തോട്ടേക്ക് കൂട്ടിക്കൊണ്ടുപോകലായിരുന്നു. അമ്പാടിക്കാണെങ്കിൽ ഈ പഴവും ഇഷ്ടമല്ല മുട്ടയും ഇഷ്ടമല്ല. 6-ാം മാസം 8-ാം മാസത്തിലൊക്കെ ആണെങ്കിൽ പഴവും മുട്ടയൊക്കെ ഭയങ്കരമായിട്ട് കഴിച്ചുകൊണ്ടിരുന്നവനാണ്. ഇപ്പോൾ എന്താ പറയുക ഒരു ഭക്ഷണം അവൻ കഴിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ ഫസ്റ്റ് അംഗനവാടിയിൽ വരുന്നത് വരെ. പിന്നെ ഇപ്പോൾ പതുക്കെയാണെങ്കിൽ കഞ്ഞിയൊക്കെ മക്കളെ കൂടെ ഇരുന്ന് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കഞ്ഞിയും പയറും ഉപ്പേരി അങ്ങനെയുള്ളതൊക്കെ ആണെങ്കിൽ പാലൊക്കെ കുടിക്കാത്ത ഇപ്പോൾ നല്ലപോലെ പാലൊക്കെ കുടിക്കുന്നുണ്ട്. ഒരു ഗ്ലാസ് പാലൊക്കെ കുടിക്കുന്നുണ്ടെന്നാണ് ഇപ്പോൾ ടീച്ചർ പറയുന്നത് കേട്ടോ. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ അംഗനവാടിയിൽ വന്നേ പിന്നെ തുടങ്ങിയിട്ടുണ്ട്. അതൊക്കെ ഞാൻ അത്യാവശ്യം ഫുഡൊക്കെ കൊടുത്തു വിടലുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ അതൊക്കെ കുറേയൊക്കെ മാറി ഇവിടുന്ന് തന്നെ ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ അമ്പാടിക്ക് വന്നിട്ടുണ്ട് അംഗനവാടിയിൽ വന്നേ പിന്നെ കേട്ടോ. മുന്നേയൊക്കെ ആണെങ്കിൽ ടീച്ചർമാർ കഞ്ഞി വാരി കൊടുക്കുകയും കാര്യങ്ങളൊക്കെ വേണമായിരുന്നു. ഇപ്പം ഇങ്ങനെ എന്താ പറയുക സ്വയം കഴിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ അമ്പാടിയിൽ തന്നെ ഞാൻ വന്ന് കാണുന്നുണ്ട്. അതൊക്കെ ഇച്ചിരി സംസാരിക്കാനൊക്കെ മടിയുള്ള കൂട്ടത്തിലായിരുന്നു. ഇപ്പം പതുക്കെ എന്താ മക്കളെ കൂടെ
കൂടെ കൂടി അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനും കളിക്കാനും ചിരിക്കാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. പിന്നെ പൂക്കളൊക്കെ നമ്മൾ ഓൾറെഡി സെറ്റായിക്കൊണ്ടിരിക്കുമ്പോഴത്തേനും പിന്നെ എന്താ പറയുക പൂവൊക്കെ എന്താ പറയുക നമ്മൾ വിചാരിച്ച ഈ പച്ച നിറത്തിലുള്ള പൂവൊന്നും കിട്ടത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മതിലിൻ്റെ സൈഡിൽ ടീച്ചർ പോയിട്ട് കുറച്ച് ഷീപോതി എന്നും അങ്ങാണ്ടാണ് പേര് കേട്ടോ, എനിക്ക് കറക്റ്റ് ഇതിൻ്റെ പേര് അറിയത്തില്ല. അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് അത് നമ്മൾ നല്ലപോലെ കളമൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ശ്യാമേച്ചി അവിടുന്ന് ഒരു എന്താ പറയുക ഞാറൊക്കെ നിറത്തിലുള്ള ഒരു ഇല പറിച്ചിട്ട് അതിങ്ങനെ കട്ട് ചെയ്ത് നമ്മൾ പൂക്കളം ബാക്കിയുള്ളതും കൂടെ ഫില്ലാക്കി നല്ല അടിപൊളി പൂക്കളം തീർത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പൂക്കളത്തിൻ്റെ ഫൈനൽ ടച്ചപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാ അമ്മമാരും കുട്ടികളൊക്കെ ഇരുന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേനും അമ്പടിക്ക് ദാഹം എന്ന് പറഞ്ഞിട്ട് ഞാൻ നേരെ കിച്ചണിലോട്ട് വന്നിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അവന് ചൂടുവെള്ളം ഇങ്ങനെ തിളപ്പിച്ചാറ്റി എങ്ങനെയെങ്കിലും കുറച്ച് കൊടുക്കാമെന്ന് എടുത്താണെങ്കിൽ ഇത് ചൂടുവെള്ളം ഇട്ട് ആറുന്നില്ല കേട്ടോ. അങ്ങനെ കുറച്ച് കൊടുത്ത് ഞാനിതാ മുറ്റത്തേക്ക് വന്നേ പിന്നെ അവൻ കരച്ചിലായിരുന്നു കേട്ടോ. അപ്പോൾ ടീച്ചർ അവനെ മടി പിടിച്ചിരുത്താനൊക്കെ നോക്കിയെങ്കിലും അവൻ കരച്ചിലായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ നിന്ന് ഇവിടുന്നൊക്കെ മക്കൾ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അമ്പാടിയൊക്കെ ആണെങ്കിൽ കുറേ സമയം കളിക്കും ഓട്ടപ്പാച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ, അതുകൊണ്ടായിരുന്നു നല്ല ടയേർഡും ആയിട്ടുണ്ടായിരുന്നു. പിന്നെ വിശന്നിട്ടാണോ എന്താണെന്ന് അറിയില്ല, എല്ലാ മക്കളും കരച്ചിലും ഒച്ചപ്പാടും ഒക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് സമയം അവിടുന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ നോക്കിയെങ്കിലും കാര്യത്തിലൊന്നും നടന്നില്ല. എന്നിട്ട് പിന്നെ നമ്മൾ എന്താ പറയുക മക്കൾക്കൊക്കെ ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പത്രപ്പാടിലായിരുന്നു. അങ്ങനെ എല്ലാ മക്കളെയും പിടിച്ചിരുത്തുന്ന കൂട്ടത്തിൽ അമ്പാടിയെയും പിടിച്ചിരുത്തി അവനെ ഇരിക്കുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ. അവനെൻ്റെ ഡ്രസ്സ് പിടിച്ച് വലിക്കുകയും കാര്യങ്ങളും കരച്ചിലും ഒക്കെ ആയിരുന്നു. അങ്ങനെ ഞാനും അവൻ്റെ കൂടെ ഇരിക്കേണ്ടി വന്നു കേട്ടോ. അങ്ങനെ മക്കളൊക്കെ ഇരുത്തി ഇലയൊക്കെ ചുറ്റിലിങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം ചോറ്, സാമ്പാർ, പച്ചടി, കിച്ചടി, അവിയൽ, തോരൻ, പപ്പടം, അച്ചാർ, പായസം, പഴം എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. ഒരുവിധം എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു. അങ്ങനെ ടീച്ചറും അമ്മമാരും ഒക്കെ ഇരുന്ന് എല്ലാം സെർവ് ചെയ്ത് കൊടുത്തു. മക്കളൊക്കെ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട്. അമ്പാടി ആ സമയം കൊണ്ട് കരച്ചിലായിരുന്നു കേട്ടോ. എൻ്റെ ഡ്രസ്സും പിടിച്ച് വലിച്ചിട്ട് ഫുഡ് കഴിക്കാൻ അവനിട്ട് കഴിക്കുന്നില്ല, എന്നിട്ട് കഴിക്കാൻ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞ അവസ്ഥയല്ലായിരുന്നു. അപ്പോൾ നമ്മുടെ കൂട്ടുകറിയും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അതെന്നോട് പറയാൻ വിട്ടുപോയായിരുന്നു. അപ്പോൾ അമ്പാടിത്തെ കുറച്ച് ഒരു 3-4 വായിക്ക് കഴിച്ചേ പിന്നെ അവൻ അവിടെ നിർത്തിയിട്ടോ. പിന്നെ ഈ ശർക്കര ഉപ്പേരിയും അതേപോലെ ചിപ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു അവനവിടെ നിർത്തി. പിന്നെ ഞാൻ അവനെ സൈഡിൽ ഇരുത്തി അവന് കാർട്ടൂണൊക്കെ കൊടുത്ത് കയ്യിൽ പിടിച്ചിരുത്തിയ പിന്നെയാണ് അവൻ എന്നെ കുറച്ച് കഴിക്കാൻ വിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ മക്കളെടുത്ത് ഞാൻ മുറ്റത്തോട്ട് വന്നിരുന്നു. അവിടുന്ന് എന്താ പറയുക അവരെ കളിയും കാര്യങ്ങളൊക്കെ കാണുമായിരുന്നു. പിന്നെ ശ്യാമേച്ചു അവർ ബാക്കിയുള്ള അമ്മമാരൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കഴിക്കാനിരുന്നത്. മക്കളൊക്കെ ഒരുവിധം കഴിച്ചേ പിന്നെ കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ കുറച്ച് സമയം മുറ്റത്തൊക്കെ പോയിരുന്ന കഥയൊക്കെ പറഞ്ഞു. അപ്പോഴത്തേനും തന്നെ ഒരു 3-3:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ.
അങ്ങനെ ഒരു 3-3:30 ആയ പിന്നെ ഞങ്ങളെല്ലാവരും എന്താ പറയുക തിരിച്ച് വീട്ടിലോട്ട് പോകാൻ ഇരിക്കുകയായിരുന്നു. അപ്പോഴത്തേക്ക് നമ്മളെ കൂടെ അയാനും കൂടെ വരുന്നെന്ന് പറഞ്ഞിട്ട് അവനും വണ്ടിക്കകത്ത് കയറിയിട്ടുണ്ട്. കുറേ നേരം ക്ഷണിക്കുന്നു. ആദ്യം എൻ്റെ വീട്ടിൽ പോരി, ആദ്യം എൻ്റെ വീട്ടിൽ. അമ്പാടി ഇതാരാ വന്നേ നമ്മളെ കൂടെ? ആരാ വന്നേ? ഞാനാ വന്നേ?